ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കിഴി പൊറോട്ടയാണ്. എല്ലാവർക്കും അറിയാവുന്ന, എല്ലാവരും കേട്ട് പരിചയമുള്ള ഒരു ഐറ്റം തന്നെയാണ്. പൊറോട്ടയും നമ്മളെ ബീഫ് കറിയും പിന്നെ വാഴയില വാട്ടിയതിൻ്റെ ആ ഒരു സ്മെല്ലും എല്ലാം കൂടി വല്ലാത്തൊരു സംഭവമാണിത്. ആർക്കും കണ്ടാലൊന്ന് കഴിച്ച് നോക്കാനേ തോന്നുള്ളൂ. മാത്രമല്ല നല്ല മഴയൊക്കെയാണ്. നമ്മളെ കിഡിലൻ ബീഫ് കറിയും അതുപോലെ വീട്ടിലുണ്ടാക്കിയ ചൂട് പൊറോട്ടയും അത് ആ വാഴയിലയിൽ പൊതിഞ്ഞിട്ടുള്ള ആ ടേസ്റ്റ് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക തന്നെ വേണം എല്ലാവരും. ഇതിലേക്ക് നമ്മൾ ആദ്യം ബീഫ് കറി ഉണ്ടാക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. കഴുകി വാർത്ത് വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് ഞാൻ മുറിച്ചിട്ടുള്ളത്. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഒരു ചെറിയ പീസാണ് നല്ലത്. കുറച്ച് എല്ലൊക്കെ ഉള്ള കഷ്ണങ്ങളായിരുന്നാൽ നല്ലത്. അത് നമ്മൾ കുക്കറിലാണ് വേവിക്കുന്നത്. കുക്കറിലേക്ക് മാറ്റുകയാണ്. അതിലേക്ക് നമ്മൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടിയാണ് 1 ടീസ്പൂൺ മുളക് പൊടി. 1.5 വേണമെങ്കിൽ അങ്ങനെ ഇടാം. ഞാൻ കാശ്മീരി ആയതുകൊണ്ട് 1.5 ഇട്ടിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ പെരുംജീരകം, ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക് ഇത്രയും ചതച്ചിട്ടുള്ള പേസ്റ്റാണ്. ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടി ഒരുമിച്ച് ചതച്ചിട്ടുള്ള പേസ്റ്റ് ഞാൻ 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ കറിയിലേക്ക് വീണ്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുക്കറിൽ വേവിച്ചെടുക്കുകയാണ്. കറിയുടെ ഒരു പരുവത്തിൽ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആവണവരെ വേവിച്ചെടുക്കുക. പാകത്തിന് ഉപ്പിട്ട് കൊടുത്തു. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക. മസാലയൊക്കെ എല്ലായിടത്തും എത്തത്തക്ക വിധത്തിൽ മിക്സ് ചെയ്യണം. നമ്മൾ വെള്ളമൊന്നും ഒഴിക്കണില്ല. ഒട്ടും വെള്ളം ഒഴിച്ചില്ലെങ്കിലും വെന്ത് വരുമ്പോൾ അതിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ അത്രയും മതി, വെള്ളം ഒഴിക്കണ്ട. കുക്കർ അടച്ചിട്ട് നമ്മൾ ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. പല കുക്കറിനും പല പോലെ ആയിരിക്കും. ചില ബീഫ് പെട്ടെന്ന് വേവും. ഇനി നമ്മൾ കറിയാക്കാൻ നോക്കുകയാണ്. ചട്ടി വെച്ചു. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു തക്കാളി അരിയാതെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളി മുറിക്കണ്ട. ഒരു തക്കാളി, ഒരു പച്ചമുളക്, ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയതാണ്. അതൊരു ചെറിയ കഷ്ണം മതി. അതിനെ ഒന്നുകൂടി പീസസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇഞ്ചിയൊക്കെ നമ്മൾ നേരത്തെ ബീഫിൽ ഇട്ടിട്ടുള്ളതാണ്. എന്നാലും ഒരു 4-5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതും അരിയൊന്നും വേണ്ട, വെറുതെ ഇട്ട് കൊടുത്താൽ മതി. ഇതൊക്കെ നമുക്ക് ഇതിലിട്ടൊന്ന് വാട്ടിയെടുക്കണം. തക്കാളി ഞാൻ ആദ്യം തന്നെ ഇടാൻ കാരണം തക്കാളി നമ്മൾ കട്ട് ചെയ്യണമൊന്നുമില്ലല്ലോ. അപ്പോൾ ആയി വരാൻ ഇത്തിരി ടൈം എടുക്കും. മുളകും അതുപോലെ തന്നെ, മുളകും നമ്മൾ കട്ട് ചെയ്യണില്ല. ഇഞ്ചി ആയി വരാൻ ഇത്തിരി ടൈം എടുക്കും, വഴന്ന് വരാൻ. ഇതിലേക്ക് നമ്മൾ ഒരു ചെറിയ സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. എങ്ങനെ കട്ട് ചെയ്താലും കുഴപ്പമില്ല. സ്ക്വയർ ആയിട്ടോ സ്ലൈസ് ആയിട്ടോ എന്തായാലും കുഴപ്പമില്ല. എല്ലാം നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ പിന്നെ ചുമ്മാ അങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തു. എല്ലാം കൂടി കൂട്ടി അരയ്ക്കാനുള്ളതാണ്. കറിവേപ്പില നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട് എങ്കിലും ഈ കൂട്ടത്തിലും കുറച്ച് ഇടുക, അതൊരു ടേസ്റ്റാണ്. പിന്നെ 2 ഏലക്കായ ഇട്ട് കൊടുത്തു. ഒരു ചെറിയ കഷ്ണം പട്ട, ഗ്രാമ്പു 4 എണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി അതിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണം എന്നില്ല. ഇനി നമ്മൾ അതിലേക്ക് ഉണക്കമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. സാധാ നമ്മുടെ വറ്റൽ മുളക്. അതൊരു ഈ എണ്ണയിലിട്ടിട്ട് അരച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ മല്ലിച്ചപ്പും പുതിനയാണ്. അത് ഉണക്കി വെച്ചിരുന്നതാണ് ഞാൻ. അതും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്രഷ് ആയിട്ടുള്ളത് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. പക്ഷേ എൻ്റെ അടുത്ത് ഇപ്പോൾ ഉണക്കി വെച്ചതാണ് ഉള്ളത്. അതുകൊണ്ട് ഞാൻ അതാണ് ഇട്ട് കൊടുക്കുന്നത്. നിർബന്ധമൊന്നുമില്ല, പക്ഷേ ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. വീട്ടിൽ
അതുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ളത് ഇട്ട് കൊടുക്കുക, ഏതായാലും കുഴപ്പമില്ല. ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമ്മൾ ഒന്നങ്ങായി വരുമ്പോൾ വല്ലാതെ ബ്രൗൺ കളറൊന്നും ആവണ്ട, ആ പച്ച ടേസ്റ്റ് മാറുമ്പോൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റുകയാണ്. എണ്ണ കൂടാതെ, മാക്സിമം എണ്ണ കൂടാതെ എടുക്കാൻ നോക്കുക. കുഴപ്പമൊന്നുമില്ല എണ്ണ കൂടിയാലും. നമ്മൾ വീണ്ടും ആ ചട്ടിയിൽ തന്നെയാണ് കറി ഉണ്ടാക്കാൻ പോണത്, അപ്പോൾ എണ്ണ അതിലിരുന്നോട്ടെ. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് അരയ്ക്കുക, നല്ല പേസ്റ്റായിട്ട് അരയണം. ഒന്നും അതിൽ കഷ്ണങ്ങളായിട്ട് കടക്കാത്ത രീതിയിൽ നന്നായിട്ട് അരച്ചെടുക്കുക, വെള്ളം ഒട്ടും ഒഴിക്കരുത്. എന്നിട്ട് നമ്മൾ ആ എണ്ണയിലേക്ക് തന്നെയാണ് പിന്നെ ഇത് ഇട്ട് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ വഴറ്റിയിട്ട് ഉള്ള ആ ചട്ടിയിലേക്ക് തന്നെയാണ് ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും ജസ്റ്റ് ഒന്ന് അതിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് പോണ വരെ ഒന്ന് അങ്ങ് ഇളക്കിയെടുക്കുക. വെള്ളമൊന്നും ഉണ്ടാവില്ല, കാരണം നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ല. പിന്നെ തക്കാളിയിൽ കുറച്ച് വെള്ളം ഉണ്ടാവും, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇത് ഏകദേശം അങ്ങനെ വെള്ളമൊക്കെ ഇതായി എണ്ണയൊക്കെ തെളിഞ്ഞ് ഒന്നുകൂടി ഒരു ചമ്മന്തി പരുവത്തിൽ ആയി വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിനി കുരുമുളക് പൊടിയൊക്കെ ഇടാനുണ്ട്. ഉപ്പ് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നമ്മൾ ബീഫിലിട്ടിട്ടുള്ളതാണ്, എന്നാൽ പോലും കറിയിലേക്ക് ചിലപ്പോൾ കുറവുണ്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ട് കുറച്ചും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് കസൂരി മേത്തിയുടെ പൊടിയും കൂടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. കസൂരി മേത്തി നമ്മുടെ ഉലുവയുടെ ഇല ഉണക്കിയതാണ്, ഞാനത് പൊടിച്ചാണ് വെച്ചിട്ടുള്ളത്, അതുകൊണ്ട് പൊടി ഇട്ട് കൊടുത്തു. കസൂരി മേത്തി ആണെങ്കിൽ നമ്മൾ അരക്കണ കൂട്ടത്തിൽ അരച്ചാൽ മതി. കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഉലുവയുടെ ഇല ഉണക്കിയത്, കസൂരി മേത്തി എന്ന് പറഞ്ഞിട്ട് പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. അത് അരക്കണ കൂട്ടത്തിൽ അരച്ചാൽ മതി, ഉണ്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ, നിർബന്ധമല്ല. പക്ഷെ നല്ല ടേസ്റ്റാണ് അതിട്ട് കഴിഞ്ഞാൽ. ഇത്രയും വഴറ്റി കഴിഞ്ഞപ്പോൾ ഞാൻ അത് കറി വെക്കാൻ വേണ്ടി വേറെ സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റി. എന്നിട്ട് നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫുമായിട്ട് യോജിപ്പിക്കുകയാണത്. ഞാൻ മൊത്തം 1 കിലോ ബീഫായിരുന്നു എടുത്തിരുന്നത്, ഞാൻ കുറച്ചതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്, എല്ലാം കൂടി കറി ആക്കണില്ല. നമ്മൾ എല്ലുള്ള പീസുകളാണ് ഞാൻ കൂടുതലും കറിയിലേക്ക് എടുത്തിട്ടുള്ളത്, വേറെ കുറച്ച് പീസ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കറി കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം തിക്ക് ഗ്രേവിയാണ്. തിക്ക് ഗ്രേവിയാണ് നമുക്ക് വേണ്ടതും, കാരണം നമ്മളെല്ലാം അങ്ങനെ അരച്ചത് കാരണം കറി നല്ല തിക്കാവും. അതങ്ങനെ വരുള്ളൂ, കാരണം നമ്മളെല്ലാം അരച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിൽ കടിക്കാനോ എടുത്ത് കളയാനോ ഒന്നുമില്ല. നമ്മൾ ആദ്യം ഇട്ട കറിവേപ്പില ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട്, അല്ലാതെ വേറെ ഒന്നും അതിന് കിട്ടില്ല, കാരണം നമ്മളെല്ലാം അരച്ച് കഴിഞ്ഞതാണ്. ഇനി ഈ മസാലകളെല്ലാം അതിലേക്കൊന്ന് പിടിക്കുന്ന ഒരു 5 മിനിറ്റ് സമയം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ തന്നെ കറി റെഡിയാവും. വേറെ ഒന്നും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് കുറച്ച് പച്ചവെള്ളം ഒഴിക്കുകയൊക്കെ ചെയ്യുക, പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം നമ്മൾ വഴറ്റിയപ്പോഴും ബീഫ് വേവിച്ചപ്പോഴൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് റെഡിയായി. ഇതാണ് നമ്മുടെ കറി. ഒരു തിക്ക് ഗ്രേവി ആയിട്ട് വേണം ചെയ്തെടുക്കാൻ. നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ നല്ല സ്പൈസി ആയിട്ടുള്ളൊരു കറിയാണ്. നമ്മൾ ഏലം, പട്ട, ഗ്രാമ്പൂ ഇതെല്ലാം കൂട്ടത്തിൽ വറുത്തിട്ട് അരച്ചത് കാരണം നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് പൊറോട്ട ഉണ്ടാക്കി എടുക്കണം. ഞാൻ പൊറോട്ട ഉണ്ടാക്കുകയാണ്. ഞാൻ ഫുൾ ഡീറ്റെയിൽ റെസിപ്പി കാണിക്കുന്നില്ല, കാരണം ഞാൻ പൊറോട്ട മുമ്പ് ചെയ്തിട്ടുണ്ട്, ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അത് നോക്കിയിട്ട് പൊറോട്ട ചെയ്യുക. ഞാനിപ്പോൾ ജസ്റ്റ് ഇതിൽ ഇങ്ങനെ കാണിക്കുന്നുള്ളൂ. ഓരോന്നോരോന്നായിട്ട് ഞാൻ ചുട്ടെടുത്തു. പിന്നെ അടിക്കുന്നത് അത്രേ കാണിക്കുന്നുള്ളൂ, കാരണം പൊറോട്ട നമ്മൾ മുമ്പേ ചെയ്തിട്ടുണ്ട്, അപ്പോൾ വീഡിയോ ലെങ്തിയായി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. നമുക്ക് വീട്ടിൽ തന്നെ നല്ല അടിപൊളി പൊറോട്ട നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം, പുറത്തുനിന്നൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഈസിയാണ്. ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ് ഞാൻ കാണിച്ചിട്ടുണ്ട്, അത് വെച്ചിട്ട് ചെയ്ത് നോക്കുക. നല്ല ലെയർഡായിട്ടുള്ള പൊറോട്ടയാണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാലറിയാം, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നേക്കാളും നല്ല പെർഫെക്ഷൻ ഉള്ള പൊറോട്ടയാണത്. പുറത്തുനിന്നൊന്നും ഒരിക്കലും അത് വാങ്ങി കഴിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. മൈദയും കുറച്ച് ഒരു മുട്ട ഉണ്ടെങ്കിൽ മാത്രം മുട്ട ഉപയോഗിച്ചാൽ മതി, നിർബന്ധമൊന്നുമില്ല. വളരെ ഈസി ആയിട്ട് വീശാതെ തന്നെ പൊറോട്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വീശിയിട്ടല്ല ഞാൻ ഈ പൊറോട്ട ചെയ്തിട്ടുള്ളത്, വീശിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. എന്നാൽ പോലും നല്ല ലെയറായിട്ട് നല്ല അടിപൊളി സോഫ്റ്റ് പൊറോട്ടയാണ്. അപ്പോൾ നമ്മൾ വാഴയില എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി വാഴയിലൊന്ന് നമുക്ക് വാട്ടിയെടുക്കണം. ഞാൻ സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ചിട്ടൊന്ന് വാട്ടിയെടുക്കുകയാണ്. അത്യാവശ്യം നന്നായിട്ടൊന്ന് വാടണം. ഇതപ്പോൾ വാടി വരുന്നതിൻ്റെയാണ് ആ കളർ ചേഞ്ച് വരുന്നത്. നന്നായിട്ടൊന്ന് വാടണം, കാരണം നമ്മളിങ്ങനെ കിഴിയാക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. കാരണം നടുക്കുള്ള ആ ഒരു തണ്ടുണ്ടല്ലോ, അത് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സൈഡൊക്കെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും.
അടുപ്പിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകളിലോ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടിയെടുക്കണം നിർബന്ധമാണ്. കാരണം നമുക്ക് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പൊറോട്ടയും കറിയും എല്ലാം കൂടി പുറത്തേക്ക് ലീക്കായി പോവും. അപ്പോൾ അത് വേണ്ട, സ്റ്റൗവിൻ്റെ മുകളിലിട്ടിട്ടൊന്ന് ആക്കിയെടുക്കുക. നമ്മൾ ഒരു ഇല വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ചെറിയൊരു ഇലയുടെ കഷ്ണം കൂടി വെച്ച് കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഇത് ഇനി ഒന്നുകൂടി വേവിക്കുന്നുണ്ട് ചട്ടിയിലിട്ടിട്ട്. ആ സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെയുള്ള ഇല വെന്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഓട്ടയായി പോയിട്ട് അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ബലത്തിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ഇലയുടെ കഷ്ണം വെച്ച് കൊടുക്കുക. ഞാൻ 2 പൊറോട്ട വെച്ചു. അതിലേക്ക് നമ്മൾ കറി ഒഴിച്ചു കൊടുക്കുകയാണ്. താഴെ 2 പൊറോട്ടയും മുകളിൽ 1 പൊറോട്ടയാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ടോട്ടൽ ഒരു കിഴിയിൽ 3 പൊറോട്ട ഉണ്ടാവും. അപ്പോൾ അതിലേക്കുള്ള കറി നമ്മൾ ഒഴിച്ചു കൊടുക്കണം. 3 പൊറോട്ടയ്ക്കുള്ള കറി നമ്മൾ ഒഴിച്ചു കൊടുക്കുക. മുകളിൽ ഞാൻ 1 പൊറോട്ടയും വെച്ച് കൊടുത്തു. ഇനി അതൊന്ന് കിഴിയാക്കുക. കിഴിയാക്കിയിട്ട് നമ്മൾ ഒരു കയറിട്ടിട്ട് എന്തെങ്കിലും വെച്ചിട്ട് കെട്ടിയെടുക്കണം. കെട്ടിയെടുത്തതിന് ശേഷം നമ്മൾ ഒരു ചട്ടിയിലിട്ടിട്ട് ജസ്റ്റ് അത് വീണ്ടും ഒന്ന് ആവി പിടിപ്പിക്കണം. അപ്പോഴേ ഈ ഇലയുടെ ഈ സ്മെല്ലും അതൊക്കെ ആ പൊറോട്ടയിലേക്ക് പിടിക്കുള്ളൂ. വാഴയുടെ കയറ് കൊണ്ടോ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഓല കൊണ്ടാണ് കെട്ടുന്നത്. വാഴയുടെ കയറ് കിട്ടുമെങ്കിൽ അത് വെച്ചിട്ട് തന്നെ കെട്ടിയെടുക്കുക. ഇപ്പോൾ ഇതാ ഞാൻ റെഡിയാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ ചട്ടിയിൽ ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. രണ്ടാമത്തെ നമ്മൾ അതുപോലെ ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ മുമ്പത്തെ ചെയ്ത പോലെ തന്നെ, വ്യത്യാസമൊന്നുമില്ല. കിഴിയാക്കി എടുക്കുക, ഒരു കയറിട്ട് കെട്ടുക, അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ അതൊരു ചട്ടിയിലിട്ടിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. കുറച്ച് എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കണം നമ്മൾ, എങ്കിൽ മാത്രമേ അതൊരു വൃത്തിയായിട്ട് വരുള്ളൂ. കാരണം ആ ഇലയ്ക്ക് ഒന്ന് വാടാനുള്ളൊരു എണ്ണയാണ്. ഞാനൊരു അടപ്പ് കൊണ്ട് അടയ്ക്കാൻ ശ്രമിച്ചപ്പോൾ നടക്കണില്ല. അപ്പോൾ ഞാനൊരു വലിയ സ്റ്റീൽ പാത്രം എടുത്തു. കാരണം ആ എയറൊന്നും പുറത്തേക്ക് പോവാത്ത രീതിയിൽ വേണം ആ ഇലയുടെ സ്മെല്ല് അതിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ട് അടച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ. ആ പാത്രത്തിൻ്റെ അടപ്പ് കൊണ്ട് അടയ്ക്കുമ്പോൾ അത് കറക്റ്റായിട്ട് നിൽക്കണില്ല. കാരണം കിഴി ഇങ്ങനെ പൊങ്ങി നിൽക്കുകയാണല്ലോ. അപ്പോൾ അതത്ര കറക്റ്റ് ആവണില്ല. ഞാൻ വേറൊരു പാത്രം കൊണ്ട് വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട്. 2 എണ്ണം റെഡിയാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഇത് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരും. നമ്മൾ ആ ഇലയിൽ വാട്ടിയതിൻ്റെ, നമ്മൾ ലാസ്റ്റ് ഇലയിൽ വെച്ചിട്ട് അതൊന്ന് വാട്ടിയെടുത്തല്ലോ, അത് വല്ലാത്തൊരു സ്മെല്ലാണത്. മാത്രമല്ല നമ്മുടെ ചൂട് പൊറോട്ടയും നല്ല അടിപൊളി ബീഫ് കറിയും തുറക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു സ്മെല്ലാണ്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് വരും. മുമ്പത്തെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക, അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുക. കിഴി പൊറോട്ട എന്തായാലും ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.